Hi everyone. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C ടു 80U വരെയുള്ളതാണ്. നമുക്കറിയാം സെക്ഷൻ 80C ടു 80 ഇത് ദീസ് ആർ ദ ഡിഡക്ഷൻസ് ദാറ്റ് ആർ അലൗവബിൾ ഫ്രം ദ ടോട്ടൽ ഇൻകം ടു കമ്പ്യൂട്ട് ദ ടാക്സബിൾ ഇൻകം. അപ്പോൾ നമുക്ക് ഈ ഡിഡക്ഷൻസിനെ 80C മുതൽ 80U വരെയുള്ള ഡിഡക്ഷനെ യു ക്യാൻ ഡിവൈഡ് ഇൻ ടു ടു കാറ്റഗറീസ്. വൺ ഇസ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൺ പേയ്മെന്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. അത് സെക്ഷൻ 80C തൊട്ട് 80G വരെയുള്ള ഭാഗമാണ്. അടുത്തത് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൺ ഇൻകംസ്, അത് 80IA തൊട്ട് 80U വരെയുള്ള ഭാഗമാണ്. നമുക്കിതിൽ ആദ്യം ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് സർട്ടൺ പേയ്മെന്റ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് നോക്കാം. 80C മുതൽ 80GGC വരെയുള്ള ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഡിഡക്ഷൻ ഇൻ റിഗാർഡ് ടു സർട്ടൺ പേയ്മെന്റ്സ്. അല്ല, ഫസ്റ്റ് വൺ 80C ആണ്. 80C ആപ്ലിക്കബിൾ ആവുന്നത് ഇൻഡിവിജ്വലിനും ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിക്കുമാണ്. മാക്സിമം അലൗ ചെയ്യുന്ന ഡിഡക്ഷൻ 1,50,000 rupees എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് അറിയാം ഒരു 10-25 ഐറ്റംസ് വരുന്നുണ്ട്. ഈ ഐറ്റത്തിൽ ഏതിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിന്റെ സം ടോട്ടൽ ഷുഡ് നോട്ട് എക്സീഡ് 1,50,000 rupees. ഇനി ഇതൊക്കെ ഏത് ഐറ്റംസ് ആണ് നമുക്കൊന്ന് നോക്കാം. ഇത് നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് വെച്ചാൽ മതി. അത് എല്ലാം ബൈഹാർട്ട് പഠിക്കില്ല, പക്ഷെ നമുക്കൊന്ന് ഒരു വട്ടം 2 വട്ടം വായിക്കുമ്പോൾ 80Cയുടെ ഉള്ളിൽ വരുന്നതാണ് ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അത് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, പിന്നെ ഒന്ന് വരുന്നത് നോൺ കമ്മ്യൂട്ടബിൾ ഡിഫേർഡ് ആന്വിറ്റി, സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ട്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട്, പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, സൂപ്പർ ആനുവേഷൻ ഫണ്ട്, NSE 8th ഇഷ്യൂ, ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ NSE 7th ഇഷ്യൂവും 8th ഇഷ്യൂനും വരുന്നുണ്ടത്, സുകന്യ സമൃദ്ധി അക്കൗണ്ട്, യുണൈറ്റഡ് ലിങ്ക് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓഫ് UTI, United Life Insurance Policy of LIC, Mutual Fund, Notified Annuity Plan of LIC or other insurer, Units of Mutual Fund or UTI, Pension Fund of Mutual Fund or UTI, Notified Home Loan Account of National Housing Bank, NHBയുടെ ഹോം ലോൺ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ പെൻഷൻ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ട്യൂഷൻ ഫീസിന്റെ കേസിൽ പ്രത്യേകം ശ്രദ്ധിക്കണം, 2 കുട്ടികൾക്ക് വരെ മാക്സിമം ഡിഡക്ഷൻ കിട്ടുള്ളൂ. അടുത്തത് ഇനി ഏതെങ്കിലും പബ്ലിക് സെക്ടർ കമ്പനി, റെസിഡൻഷ്യൽ ഹൗസ് കൺസ്ട്രക്ഷനിൽ ഡീൽ ചെയ്യുന്ന പബ്ലിക് സെക്ടർ കമ്പനിയുടെ ഏതെങ്കിലും സ്കീം നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഹൗസിംഗ് ബോർഡ് വിച്ച് ഇസ് എൻഗേജ്ഡ് ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഓഫ് സിറ്റി ഓർ ബോർഡ്, അതിന്റെ ഒരു സ്കീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇനി നമ്മൾ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടെന്ന് വെക്കുക. ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ എല്ലാ വർഷവും തിരിച്ചടയ്ക്കുന്നതിലെ പ്രിൻസിപ്പൽ എമൗണ്ട്, നമ്മൾ പ്രിൻസിപ്പലും ഇൻട്രസ്റ്റും ചേർത്ത് അടയ്ക്കും, അതിലെ പ്രിൻസിപ്പൽ എമൗണ്ടിന് 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടും. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഇതിൽ വർക്ക് ചെയ്യുന്ന പബ്ലിക് സെക്ടർ കമ്പനികൾക്ക്, പബ്ലിക് സെക്ടർ കമ്പനികളുടെ ഷെയറോ ബോണ്ടോ ഇക്വിറ്റിയോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ദാറ്റ് ഈസ് എമൗണ്ട് ഇൻവെസ്റ്റഡ് ഇൻ ദ അപ്രൂവ്ഡ് ഡിബഞ്ചർ ബോണ്ട്സ് ഓർ ഇക്വിറ്റീസ് ഓഫ് എ പബ്ലിക് കമ്പനി എൻഗേജ്ഡ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ ടേം ഡെപ്പോസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, 5 yearsന്റെ കൂടുതൽ കാലാവധിയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, പിന്നെ ബോണ്ട് ഓഫ് നബാർഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, പോസ്റ്റ് ഓഫീസ് ടേം ഡെപ്പോസിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം 5 year പീരീഡിന്റെ. അപ്പൊ അതിൽ ചുരുക്കി പറഞ്ഞതാണ്, LIC വരും, LIC പ്രീമിയം വരും, ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം വരും, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ UTIയുടെ ഇൻവെസ്റ്റ്മെന്റ്സ്, ഹൗസിംഗ് ലോൺ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, ജസ്റ്റ് ട്യൂഷൻ ഫീസ്, ഇതൊക്കെയാണ് അതിൽ മേജർ ആയിട്ട് വരുന്ന ഐറ്റംസ്. അപ്പൊ ഇനി ഇതില് നമുക്കിനി എത്രയാണ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ കിട്ടണേന്ന് നോക്കാം. ഇൻ ദ കേസ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി, ഇത് ലൈഫ് ഇൻഷുറൻസ് ബാക്കി എല്ലാത്തിനും നമ്മൾ എന്ത് എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ആ എമൗണ്ടിന് ഡിഡക്ഷൻ കിട്ടും. ലൈഫ് ഇൻഷുറൻസ് പോളിസിയുടെ കേസിൽ നമ്മൾ എടുക്കുന്ന പോളിസി 2012 മുമ്പുള്ളതാണെങ്കിൽ, നമ്മൾ എത്ര എമൗണ്ടിന്റെ പോളിസി എമൗണ്ട് എന്താണോ അതിന്റെ 20% വരെയാണ് നമുക്ക് ഡിഡക്ഷൻ കിട്ടുക. നമ്മൾ എടുക്കുന്ന പോളിസി 2012 ശേഷമുള്ളതാണെങ്കിൽ, നമ്മളെടുത്ത പോളിസി എമൗണ്ട് എന്താണോ, അതായത് സം ഇഷ്യൂർഡ് എന്താണോ അതിന്റെ 10% വരെ നമുക്ക് മാക്സിമം ഡിഡക്ഷൻ കിട്ടുള്ളൂ. നമ്മൾ ഇനി എടുക്കുന്ന പോളിസി എടുക്കുന്നത് if it is for the life of a person with a disability or one who is suffering from some diseases, അങ്ങനെയുള്ള ഒരാൾക്കാണെങ്കിൽ 2013 ശേഷമാണ് പോളിസി എടുത്തതെന്ന് വെച്ചാൽ 10%ന് പകരം അയാൾക്ക് 15% വരെ ആ പോളിസി എമൗണ്ടിന്റെ ഡിഡക്ഷൻ കിട്ടും. ഓക്കെ,
അപ്പോൾ ഈ 3 കേസ് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നത്. ഇത് എപ്പോഴും നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഈ റൂളാണ്. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ കേസിൽ മാത്രം, ഈ ആദ്യത്തെ കേസിൽ മാത്രമാണ് ഈ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരിക. പോളിസി 2012 മുമ്പാണെങ്കിൽ 20% വരെ ഡിഡക്ഷൻ കിട്ടും, പോളിസി എമൗണ്ടിന്റെ 20% വരെ. 12 ശേഷമാണെങ്കിൽ പോളിസി എമൗണ്ടിന്റെ 10%. ഇനി പോളിസി നമ്മൾ എടുത്തിട്ടുള്ളത് ഫോർ എ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണെങ്കിൽ 2013 ശേഷം എടുത്തിട്ടുള്ള പോളിസി ആണെങ്കിൽ 15% വരെ പോളിസി എമൗണ്ട് ഡിഡക്ഷൻ കിട്ടും. ഇനി ഈ പോളിസി നമ്മൾ എടുക്കുന്നത് നമുക്ക് വേണമെങ്കിൽ സ്വന്തം SSCക്ക് തന്നെ എടുക്കാം, അല്ലെങ്കിൽ SSCയുടെ സ്പൗസിനോ SSCയുടെ മക്കൾക്കോ, വേറെ ആർക്കും പോളിസി എടുത്താലും ഡിഡക്ഷൻ കിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡന്റ് പാരന്റ്സിനൊന്നും പോളിസി എടുത്താൽ ഡിഡക്ഷൻ കിട്ടില്ല. ഇനി ഈ മക്കൾക്ക് എടുക്കുമ്പോൾ മക്കള് കല്യാണം കഴിഞ്ഞ് പോയവരാവാം, മെച്ചുവേർഡ് ആവാം, അതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും ഡിഡക്ഷൻ കിട്ടും. അതാണ് ഇവിടെ പറയുന്നത്. In the case of an individual, policy should be taken on his own life, life of the spouse or any child. Child may be dependent, independent, male, female, minor, major, married, unmarried. Hindu undivided family യുടെ കേസിലാകുമ്പോൾ policy should be taken for the life of the members of the family. ഇതാണ് 80C പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഇതിൽ ചെയ്യേണ്ട കാര്യം എത്രയുള്ളൂ, ഒരു കാര്യം ഓർത്തിരിക്കുക, ഇത് എത്ര ഇൻവെസ്റ്റ്മെന്റ് 80C ഒരാൾക്ക് ഉണ്ടായിക്കോട്ടെ, മാക്സിമം നമുക്ക് അനുവദനീയമായ ഡിഡക്ഷൻ 1,50,000 rupees ആണ്. പിന്നെ അതിൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് മാത്രമാണ് ഈ ഒരു കേസ് പറയുന്നത്. ഈ ഒരു കേസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതൊന്ന് ജസ്റ്റ് വായിച്ചു വെച്ചാൽ മതി. നിങ്ങൾക്കൊന്ന് 2 വട്ടം നിങ്ങൾ വായിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഇത് 80C ഇൻക്ലൂഡ് ചെയ്യുന്നതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മൾ 80C റിലേറ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ ആദ്യത്തെ ഐറ്റം പറയുന്നത് ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓഫ് 80,000 ഓൺ ഓൺ ലൈഫ് ടേക്കൺ ഓൺ 2016, ദ പ്രീമിയം പെയ്ഡ് ഇസ് 9,000. ഇവിടെ നോക്കി അറിയാം 80,000 ആണ് പോളിസിയുടെ എമൗണ്ട്, 2012 ശേഷം എടുത്തിട്ടുള്ളതാണ്. അപ്പൊ 10% വരെ 80,000 10% വരെ നമുക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഇവിടെ 9,000 പ്രീമിയം അടച്ചിട്ടുണ്ട്, പക്ഷെ നമുക്ക് മാക്സിമം ഡിഡക്ഷൻ എത്രയേ കിട്ടുള്ളൂ, 8,000 rupees. അതാണ് ഇവിടെ നോക്കി നോക്കിയാൽ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ ലൈഫ് നമുക്ക് എമൗണ്ട് കിട്ടുന്ന മാക്സിമം ഡിഡക്ഷൻ 8,000 rupees ഉള്ളൂ. മാക്സിമം ക്വാളിഫൈങ് ഇസ് ഓൺലി 10% ഓഫ് ദ സം ഇഷ്യൂർഡ്. ഇനി നമുക്ക് അടുത്തത് നോക്കി അറിയാം. ലൈഫ് ഇൻഷുറൻസ് പോളിസി ഓഫ് 20,000 ഓൺ മേജർ സൺസ് ലൈഫ്, പ്രീമിയം പെയ്ഡ് 1,600. ഇവിടെ പീരീഡ് പറയണില്ല, നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പൊ 10% നമ്മൾ എടുക്കുന്നത്. 20,000 10% എന്ന് പറഞ്ഞാൽ 2,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. പ്രീമിയം ആ കൂടി 1,600 അടച്ചിട്ടുള്ളൂ. അപ്പൊ മുഴുവൻ എമൗണ്ടിനും 1,600 ഡിഡക്ഷൻ കിട്ടും. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓൺ മേജർ സൺസ് ലൈഫ് 1,600. നമുക്ക് അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ മാരീഡ് ഡോട്ടറുടെ ലൈഫിനാണ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ളത്. പ്രീമിയം 1,000 രൂപയാണ് അടച്ചിട്ടുള്ള, പോളിസി എമൗണ്ട് 15,000 ആണ്. അപ്പൊ 15,000 10% എന്ന് പറഞ്ഞാൽ 1,500 രൂപ വരെ മാക്സിമം ഡിഡക്ഷൻ കിട്ടും. 1,000 രൂപയെ പ്രീമിയം അടച്ചിട്ടുള്ളൂ, അപ്പൊ അടച്ച 1,000 രൂപയും ഡിഡക്ഷൻ കിട്ടും. ഇവിടെ 1,000 രൂപയും ഡിഡക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് ലൈഫ് ഇൻഷുറൻസ് ഓഫ് വൈഫിന്റെ ലൈഫിൽ എടുത്തിട്ടുള്ളത് 40,000 ആണ് പോളിസി എമൗണ്ട്, പ്രീമിയം അടച്ചിട്ടുള്ളത് 5,000 rupees. 2012 ശേഷമാണ്, അപ്പൊ 10% കിട്ടുള്ളൂ. അതായത് 40,000 10% എന്ന് പറഞ്ഞാൽ 4,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടുള്ളൂ. 5,000 രൂപ പ്രീമിയം അടച്ചിട്ടുണ്ട്. അപ്പൊ മാക്സിമം ഡിഡക്ഷൻ കിട്ടുന്നത് 4,000 ആണ്. ലൈഫ് ഓൺ വൈഫ്സ് പ്രീമിയം ഓൺ വൈഫ്സ് ലൈഫ് 4,000 കിട്ടുള്ളൂ. മാക്സിമം ഡിഡക്ഷൻ ഇസ് 10% ഓഫ് ദ സം ഇഷ്യൂർഡ്. പിന്നെ ഇവിടെ അടുത്തത് മിസ്സസ് എക്സ് പെയ്ഡ് എ പ്രീമിയം took a premium on husband's life. ഇത് ഹസ്ബൻഡിന്റെ അക്കൗണ്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ അവിടെ ഭാര്യ അടയ്ക്കുന്ന പ്രീമിയം ഭർത്താവിന് ഡിഡക്ഷൻ കിട്ടില്ല, അത് ഭാര്യയ്ക്കാണ് ഡിഡക്ഷൻ കിട്ടുള്ളൂ. അത് നമുക്ക് ഇവിടെ എടുക്കേണ്ട കാര്യമില്ല, നമ്മളിത് ഇവിടെ എടുത്തിട്ടില്ല. ഇനി അടുത്തത് കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ് പ്രോവിഡന്റ് ഫണ്ട്, പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്, ഗ്രൂപ്പ് ഇൻഷുറൻസ് പ്രീമിയം, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് 8th ഇഷ്യൂ, ഇൻട്രസ്റ്റ് അക്രൂഡ് ഓൺ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, ഇതൊക്കെ 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്ന ഐറ്റംസ് ആണ്. അതുപോലെ ഇതും അതെ, ഡെപ്പോസിറ്റ് ഇൻ ഹൗസിംഗ് ലോൺ അക്കൗണ്ട് സ്കീമും 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടും. കോൺട്രിബ്യൂഷൻ ടു യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ ഡിഡക്ഷൻ കിട്ടും. LIC ഇൻസ്റ്റാൾമെന്റ് റീപെയ്ഡ് ഓഫ് ലോൺ ഇൻസ്റ്റാൾമെന്റ് റീപെയ്ഡ് ഓഫ് LIC, അതായത് ഹൗസിംഗ് ലോൺ ആണ് പറയുന്നുണ്ട്, റെസിഡൻഷ്യൽ പർപ്പസിനാ ലോൺ എടുത്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ റെസിഡൻഷ്യൽ പർപ്പസിന് എടുത്ത ലോണിന്റെ പ്രിൻസിപ്പൽ എമൗണ്ടിന് നമുക്ക് 80C ഡിഡക്ഷൻ കിട്ടും. അപ്പൊ 25,000 ഡിഡക്ഷൻ കിട്ടും. ഇനി അടുത്തത് ട്യൂഷൻ ഫീസിന്റെ കേസിൽ 3 കുട്ടികൾക്ക് ട്യൂഷൻ ഫീസ് ആണ് പറയുന്നത് 7,500 പെർ ചൈൽഡ്. നമുക്ക് 2 കുട്ടികൾക്ക് ഡിഡക്ഷൻ കിട്ടുള്ളൂ. അപ്പൊ 7,500 into 2 ആണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഡിഡക്ഷൻ കിട്ടുള്ളൂ. അല്ലാണ്ട് ഈ എമൗണ്ട് കിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് നോക്കിയറിയാം. ട്യൂഷൻ ഫീസിന്റെ കേസിൽ ട്യൂഷൻ ഫീസ് റെസ്ട്രിക്റ്റഡ് ടു 2 children, 7,500 into 2 you will get only 15,000 rupees. Last one, subscription to equity fund. Equity shares of public company forming part of issue. Issue of capital 25,000. ഇതിനും നമുക്ക് 80C ഡിഡക്ഷൻ കിട്ടും. അപ്പൊ ഈ എമൗണ്ട് എല്ലാം കൂടി കൂട്ടുമ്പോൾ 1,69,530 വന്ന് മാക്സിമം ഡിഡക്ഷൻ 1,50,000 വരെ കിട്ടുള്ളൂ. അപ്പൊ ഫുൾ 1,50,000 80C പ്രകാരം അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും.
അപ്പോൾ മനസ്സിലായി